ഇന്നത്തെ ഞങ്ങളുടെ നോമ്പുതുറ വിശേഷങ്ങൾ കണ്ടാലോ? ഇക്കുനിപ്പോൾ 12 മണിക്കാണ് ഡ്യൂട്ടി ഉച്ചയ്ക്ക്. അപ്പോൾ ഉച്ചയാകുമ്പോൾ ഇക്കു പോകും. ആ ഒരു സമയം മിക്ക ദിവസവും സേഹു ഉറക്കമായിരിക്കും. സേഹു രാവിലെ എഴുന്നേറ്റിട്ട് അവളെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ കിടത്തി ഉറക്കും. കുറച്ച് നേരം കിടന്നുറങ്ങും രാവിലെ. സോ ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. ആദ്യമേ സേഹുവിൻ്റെ ബോട്ടിലെല്ലാം ഒന്ന് തിളപ്പിച്ച് സെറ്റാക്കി വെക്കും. പിന്നെ സേഹു കുഞ്ഞിനുള്ള ഫുഡാണ് ആദ്യം ഉണ്ടാക്കി വെക്കുന്നത്. കാരണം ആൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആദ്യമേ സേഹുവിനുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെക്കലാണ് ചെയ്യുന്നത്. പിന്നെ സേഹു എഴുന്നേറ്റിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുക്കും. ഇന്ന് ഞാൻ പാൻ കേക്കാണ് കൊടുത്തത്. പിന്നെ ഞാൻ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നോമ്പ് തുറക്കാനായിട്ട് എന്തെങ്കിലും എടുക്കുന്നത്. ആക്ച്വലി സിഹു ഉറങ്ങുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ നോമ്പ് തുറക്കാൻ സെറ്റ് ചെയ്ത് വെക്കും. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സേക്കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ അതിനൊന്നും നടക്കില്ല. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നോമ്പ് തുറക്കുന്നത്. ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. പിന്നെ സമൂസയായിരുന്നു. കുഞ്ഞ് ഉറങ്ങിയപ്പോൾ തന്നെ സമൂസയ്ക്ക് ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചീസ് സമൂസയാണ്. അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് ചീസ് വെച്ചാൽ മതിയല്ലോ. വേറെ പ്രത്യേകിച്ചൊന്നും വെക്കണ്ടല്ലോ. സോ അങ്ങനത്തെ ഈസി വേ ആണ് ഞാൻ കൂടുതലും നോക്കുന്നത്. അപ്പോഴത്തേക്ക് ഇക്കവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡും കൂടിയാണ് ഇന്ന് എടുത്തത്. സേക്കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെ നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കും. അവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അവളും കഴിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ അവൾ ഹാപ്പി, ഞങ്ങളും ഹാപ്പി.